താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടത് മൂലം തൃശൂർ ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു. ഫാർമസിക്കും ലാബിനും മുന്നിൽ രോഗികളുടെ നീണ്ട നിര സ്ഥിരം കാഴ്ചയാവുകയാണ്. ശമ്പളം നൽകാൻ പണമില്ലെന്ന് പറഞ്ഞാണ് 23 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടത്. ഞാൻ 9 മണിക്ക് വന്ന മോനെ നിന്ന് നിൽക്കാൻ വയ്യ, എനിക്ക് കയ്യും കാലും കഴിച്ചിട്ട്. ഈ വൃദ്ധയുൾപ്പെടുന്ന നീണ്ട നിര കാത്തിരിക്കുന്നത് മരുന്നിന് വേണ്ടിയാണ്. ജില്ലാ ആശുപത്രിയിലെ ലാബിനും ഫാർമസിക്കും മുന്നിൽ ഈ വിധത്തിൽ നിരവധി വരികൾ കാണാം. 8 മണിക്ക് ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളതാണ്. വന്ന് ഡോക്ടറെ കാണിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. ഇവിടെ വന്ന് മരുന്ന് കിട്ടാൻ വരിയിൽ നിന്ന് മനുഷ്യൻ തോറ്റിട്ട് ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് പോയിട്ട് ഇപ്പോൾ വരികയാണ്. 23 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതാണ് അവശ്യ സേവനങ്ങൾ ഭാഗികമായി നിലയ്ക്കാനുള്ള കാരണം. ശമ്പളം നൽകാൻ ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞാണ് പിരിച്ചുവിടൽ. ഇതോടെ ലാബ്, ഫാർമസി, എക്സ്റേ യൂണിറ്റ്, സെക്യൂരിറ്റി എന്നിവയുടെ പ്രവർത്തനം താറുമാറായിരിക്കുകയാണ്. ആശുപത്രിയിലെ രോഗികളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ടിനെ ഏറെ നേരം തടഞ്ഞുവെച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന ആരോഗ്യമന്ത്രിയുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. റിപ്പോർട്ടർ, തൃശൂർ.